അബ്ദുറഹിമാൻ രണ്ടത്താണി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല, നോ കമന്റ്സ് എന്ന് തന്നെയായിരുന്നു. ആ കാര്യം തന്നെ ആവർത്തിക്കുകയാണ് അബ്ദുറഹിമാൻ രണ്ടത്താണി. ഏതായാലും ചർച്ചകൾ നടക്കുന്നുണ്ട്, CPIന്റെ ഭാഗത്തു നിന്ന് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് LDFന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ കാര്യമൊന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. യൂനുസ് തിരൂരിൽ നിന്ന് വിശദാംശങ്ങളും കൂടെ ചേരുന്നുണ്ട്. യെസ് യൂനുസ്, നേരത്തെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ നോ കമന്റ്സ് എന്നായിരുന്നു രണ്ടത്താണിയുടെ പ്രതികരണം. ഇപ്പോഴും അത് തന്നെ ആവർത്തിക്കുകയാണ്. ചർച്ചകൾ ഏത് രീതിയിലാണ് പുറത്തേക്ക് പോകുന്നത്, ഏതെങ്കിലും രീതിയിൽ ലീഗുമായി വഴങ്ങാൻ ഇനി രണ്ടത്താണി തയ്യാറാകില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇപ്പോൾ അനുമാനിക്കുന്നത്. നിലവിൽ ഇടതുപക്ഷവുമായുള്ള LDFുമായുള്ള ചർച്ചകൾ ഏത് രീതിയിലാണ്? നാളെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമോ? തിരൂരങ്ങാടിയിൽ രണ്ടത്താണി മത്സരിക്കുമെന്ന ഏതായാലും അദ്ദേഹം ഇപ്പോഴും സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും ഈ CPM നേതാക്കളുമായി ചർച്ച തുടരുന്നുണ്ട്. പ്രധാനമായി ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മുസ്ലിം ലീഗ് നേതാക്കൾ, പ്രത്യേകിച്ച് പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് നേതാക്കളെത്തി ഈ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ വീട്ടിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി. അരമണിക്കൂറോളം അവരിവിടെ ഉണ്ടായിരുന്നു, അവരുമായി കൂടിക്കാഴ്ച നടത്തി. ആ ലീഗ് നേതാക്കളും പറയുന്നത് അദ്ദേഹം ലീഗ് വിട്ടു പോകില്ല എന്നുള്ളൊരു കാര്യമാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. പക്ഷേ പൂർണ്ണമായും അബ്ദുറഹ്മാൻ രണ്ടത്താണി ആ കാര്യം ഉറപ്പിക്കുന്നില്ല. അദ്ദേഹം LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായിട്ടുള്ള മറുപടി നോ കമന്റ്സ് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ വിജയരാഘവൻ താങ്കളെ പുകഴ്ത്തി സംസാരിച്ചല്ലോ, ലീഗിനു വേണ്ടി എപ്പോഴും പ്രതിരോധിക്കുന്ന നേതാവാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്ന് വിജയരാഘവൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിന് നല്ല കാര്യമാണ്, അതിന് സന്തോഷമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ലീഗ് നേതാക്കൾ ഇത് തിരിച്ചറിയാത്തത്, അത് എനിക്കറിയില്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ അതൃപ്തി ഇപ്പോഴുമുണ്ട്. LDF സ്ഥാനാർത്ഥിയാകും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം സ്ഥാനാർത്ഥിയാകില്ല എന്ന് അത് നിഷേധിക്കുന്നില്ല, പൂർണ്ണമായും അദ്ദേഹം അത് നിഷേധിക്കുന്നില്ല. താൻ ലീഗുകാരാണ്, തൻ്റെ അഭിപ്രായം പറഞ്ഞു. അത് താൻ ലീഗുമായി ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം, ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷം ലീഗുമായി ചർച്ച നടത്തിയോ ആരെങ്കിലുമായി സംസാരിച്ചു എന്നൊരു കാര്യത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ഏതായാലും ലീഗ് നേതാക്കൾ, ഈ പഞ്ചായത്ത് ലീഗ് നേതാക്കൾ പറയുന്നത് ഈ ഒരു ചർച്ച നടക്കുമ്പോൾ പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേതാക്കളും അതോടൊപ്പം തന്നെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയും അരമണിക്കൂർ വീട്ടിൽ ചർച്ച നടത്തുന്ന സമയത്ത് പോലും ഈ PMS സലാം, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ PMS സലാം ഫോണിൽ വിളിച്ചു, അദ്ദേഹവുമായി സംസാരിച്ചു എന്നാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലാവുന്ന അദ്ദേഹം ഇപ്പോഴും ഒരു അനുനയത്തിന് അദ്ദേഹം വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഈ അബ്ദുറഹ്മാൻ രണ്ടത്താണി വാക്കിൽ നിന്ന് വ്യക്തമാകുന്നത്. CPM നേതാക്കളുമായി ഇപ്പോഴും ചർച്ച തുടരുകയാണ്. CPM നേതാക്കൾ ഈ ഒരു ചർച്ച ഏത് സീറ്റുമായി ബന്ധപ്പെട്ട ഏത് സീറ്റാണ് ഈ രണ്ടത്താണിക്ക് നൽകേണ്ടത് തിരൂരങ്ങാടിയാണ് ആവശ്യപ്പെടുന്നത്. അതുമായി CPIയുമായി CPM നേതാക്കൾ ചർച്ച നടത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്തിമ ഒരു തീരുമാനം ഇന്ന് വൈകിട്ടോടുകൂടി അല്ലെങ്കിൽ നാളെ രാവിലെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോഴും അബ്ദുറഹ്മാൻ രണ്ടത്താണി ലീഗിന് വഴങ്ങുന്നില്ല. ഈ പ്രധാനമായി KPA മജീദ് നേരത്തെ പറഞ്ഞു, ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് സംസാരിക്കുന്നവർ പാർട്ടിയുടെ ശത്രുക്കളാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. അതിൽ നിന്ന് ലീഗിൻ്റെ ഒരു സ്റ്റാൻഡ് ക്ലിയർ ആണ്. പ്രാദേശികമായി ഇപ്പോൾ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുമായി ബന്ധപ്പെട്ട പ്രാദേശികമായി ബന്ധമുള്ള പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് നേതാക്കളാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്. ഏതായാലും അതൊരു നേതൃത്വത്തിൻ്റെ അറിവോടെയാണോ എന്നുള്ളതിൽ വ്യക്തമല്ല. ഏതായാലും ഈ ഒരു ചർച്ച നടക്കുന്നതിനിടെ PMS സലാം, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMS സലാം ഈ അദ്ദേഹവുമായി അബ്ദുറഹ്മാൻ രണ്ടത്താണിയുമായി സംസാരിച്ചിരുന്നു. അതിൽ പോലും ഒരു അനുനയത്തിൻ്റെ ഒരു ശ്രമം നടന്നെങ്കിൽ പോലും അതിന് വഴങ്ങാൻ അദ്ദേഹം തയ്യാറായില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സ്ഥാനാർത്ഥിത്വവുമായി മുന്നോട്ട് പോകുമോ അല്ലെങ്കിൽ ലീഗിൽ നിന്ന് വിട്ടുപോകുമോ, ലീഗിൽ ഉറച്ചു നിൽക്കുമോ എന്നൊരു ചോദ്യത്തിനൊന്നും അദ്ദേഹം നോ കമന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് മൗനം പാലിക്കുകയാണ്. ഏതായാലും ഈ വരും ചർച്ച, പ്രത്യേകിച്ച് CPIയുമായി നമുക്ക് മനസ്സിലാകുന്നത് ഈ CPIയുമായുള്ള ചർച്ച പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഇതിനൊരു വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകാത്തത്. ആ ചർച്ച ഒരു അവസാന ഘട്ടത്തിൽ എത്തിയാൽ മാത്രമേ അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു മറുപടി അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവൂ. ഏതായാലും LDFന്റെ സ്ഥാനാർത്ഥിയായി തിരൂരങ്ങാടിയിൽ അദ്ദേഹം എത്തുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അത് അദ്ദേഹം നിഷേധിക്കുന്നില്ല. ഏതായാലും CPMും CPIയും തമ്മിൽ ചർച്ച തുടരുന്നുണ്ട്. ആ ചർച്ചയ്ക്ക് ശേഷം CPIയുടെ സീറ്റ്, ഈ തിരൂരങ്ങാടി സീറ്റ് ഇത് ഈ CPM ഏറ്റെടുത്ത് ഒരു CPMന്റെ സ്വതന്ത്രനായിട്ട് മത്സരിക്കും. LDFന്റെ സ്വതന്ത്രനായിട്ട് തിരൂരങ്ങാടിയിൽ മത്സരിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോഴും ഉള്ളത്. ഏതായാലും ലീഗ് നേതാക്കൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രാദേശികമായിട്ടുള്ള ലീഗ് നേതാക്കൾ അനുനയിപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും ആ അനുനയ ശ്രമങ്ങൾക്കൊന്നും അദ്ദേഹം വഴങ്ങുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അദ്ദേഹം അവസാനം തന്ന ബൈറ്റിൽ പോലും നോ കമന്റ്സ്, ലീഗുമായിട്ടുള്ള ഒരു അനുനയത്തിന് ചോദ്യം വരുമ്പോൾ അദ്ദേഹം നോ കമന്റ്സ് എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ ഒരു തർക്കം മുറുകയാണ്. അദ്ദേഹം ഈ ഒരു മുസ്ലിം ലീഗിൽ നിന്ന് നമുക്കറിയാം ഒരുപാട് കാലത്തെ ബന്ധമുള്ള പാർട്ടി വേദികളിൽ നിരവധി പ്രഭാഷണങ്ങളും വലിയ
ഒരു നേതാവാണ്, ആളുകൾക്കിടയിൽ വലിയ ബന്ധമുള്ള നേതാവാണ്, 2 തവണ MLA ആയ നേതാവാണ്, വലിയ പ്രഭാഷകനാണ്. പ്രത്യേകിച്ച് തിരൂർ ആശുപത്രിയുമായി, ശിഹാബ് തങ്ങൾ ആശുപത്രിയുമായി മികച്ച പ്രവർത്തനം നടത്തിയ ഒരു നേതാവ് കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഏതായാലും ലീഗിൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ളത് ഒരു പഞ്ചായത്ത് കമ്മിറ്റി വന്ന് അനുനയമനത്തിന് ശ്രമിച്ചെങ്കിൽ പോലും ലീഗിൻ്റെ മുതിർന്ന നേതാക്കൾ, പ്രത്യേകിച്ച് പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അദ്ദേഹവുമായി സംസാരിച്ചിട്ടില്ല. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. PM സലാം സംസാരിച്ചുവെങ്കിലും പോലും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ഏറ്റവും മുതിർന്ന നേതാക്കൾ എന്തുകൊണ്ട് അബ്ദുറഹ്മാൻ രണ്ടത്തറുമായി സംസാരിക്കുന്നില്ല? ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. ഏതായാലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പോയാൽ പോട്ടെ എന്നുള്ള നിലപാടിലേക്ക് ലീഗ് എത്തിയോ എന്ന് സംശയിക്കേണ്ടി വരുന്നു. ഏതായാലും ഇപ്പോഴും ഈ ഒരു ചർച്ച ഇപ്പോൾ അവസാനിച്ച് പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് നേതാക്കൾ ഇപ്പോൾ പുറത്തു പോയിട്ടുണ്ട്. വൈകിട്ടോടുകൂടി ഈ CPM-ഉമായുള്ള ചർച്ച ധാരണയിലെത്തിയാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനമാകൂ. ശരി, യൂനുസാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഏതായാലും അബ്ദുറഹിമാൻ രണ്ടത്താണിയുടെ സ്ഥാനാർത്ഥിത്വ കാര്യത്തിൽ അത് തള്ളാതെയാണ് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായത്. താൻ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പ് പറഞ്ഞില്ലെങ്കിൽ പോലും ലീഗുമായുള്ള അതൃപ്തി അത് അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ പ്രകടമാണ്, പ്രതികരണത്തിൽ തന്നെ പ്രകടമാണ്.